ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പ്രത്യേക പദ്ധതിയെ കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലെ എത്തിക്കൽ ഫണ്ട് ഉണ്ടോ എന്നുള്ളത് ഒരു മതവിഭാഗം ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇസ്ലാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് മദ്യം, സിഗരറ്റ്, ബാങ്കിങ്, ഫിനാൻസ് മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത കമ്പനികളിൽ നിക്ഷേപം നടത്തിക്കൊണ്ട് നിക്ഷേപിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാധിക്കും. ഇന്ത്യയിലെ മറ്റു മേഖലകളായ IT, ടെക്നോളജി, കെമിക്കൽസ്, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഓയിൽ എന്നീ ഫീൽഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ലാഭം കിട്ടുന്ന ഒരു ഫണ്ട് നമുക്കുണ്ട്. അതാണ് ടാറ്റയുടെ എത്തിക്കൽ ഫണ്ട്. ഈ ഫണ്ട് ഈ മേഖലയിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ ഈ മേഖലകളിൽ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. 1996 ഈ ഫണ്ട് ആരംഭം കുറിക്കുമ്പോൾ വെറും 10 രൂപ NAV ഉള്ളത് ഇന്ന് അതിന്റെ NAV 450 ആണ്. അതായത് 1996 1 ലക്ഷം രൂപ നിക്ഷേപിച്ച വ്യക്തിക്ക് 45 മടങ്ങായി 45 ലക്ഷം രൂപയാണ് ഇന്ന് അദ്ദേഹം കരസ്ഥമാകുന്നത്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഈ സ്കീമിൽ ഏറ്റവും നല്ല റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ടാറ്റയുടെ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. താങ്ക് യു.